സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പി സി വിശ്വനാഥ് അവതരിപ്പിച്ചത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ, അല്ലെങ്കിൽ 48 ലക്ഷം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരാണ്. 5 മാസമായിട്ട് അവർക്ക് ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഇവിടെ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 മാസമായി കിട്ടിയിട്ടില്ല, അതിനൊരു മറുപടിയില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ നിയമസഭയിൽ അതിപ്പോ കൊണ്ടുവരാനുള്ള റീസെന്റ് ഒക്കറൻസ് ആണ് ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ മരണം. സാർ, ഒരാൾ മുൻകൂട്ടി നോട്ടീസ് കൊടുത്ത് എനിക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നു. അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അയാൾ തൊട്ടപ്പുറത്തുള്ള ഒരു മരുന്നിന്റെ കുറിപ്പടിയിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എഴുതി വെക്കും. എന്നിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് പെൻഷൻ കിട്ടാത്തത് കൊണ്ടല്ല എന്ന് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത്? ഒരാൾ മുൻകൂട്ടി പറയാണ് ഞാൻ ആത്മഹത്യ, എനിക്ക് പെൻഷൻ കിട്ടി, എനിക്ക് ജീവിക്കാൻ വയ്യ. അയാളുടെ ജീവിത സാഹചര്യം വളരെ വ്യക്തമായി ഇവിടെ വിശ്വനാഥ് പറഞ്ഞു. കാരണം ഭാര്യ മരിച്ചുപോയി, സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുന്ന ഒരാളാണ്. നമ്മളിവിടെ ഈ ടൗണിലൊന്നും അല്ല താമസിക്കുന്നത്. അയാൾക്ക് ഈ ജംഗ്ഷനിലേക്ക് വരണമെങ്കിൽ 80 രൂപ തൊട്ട് 120 രൂപ വരെ കൊടുക്കണം ഒരു വൺ വേ, ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരണമെങ്കിൽ. ഒരു സാധനം മേടിക്കാൻ, ഒരു ചായ കഴിക്കാൻ വരണമെങ്കിൽ അത്രയും രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തു വരുന്നൊരു ദൂരെയാണ്. അവിടെ 50 സെന്റ് പട്ടണ ഭൂമിയായിട്ടെന്ന് പറയുന്നത്. അവിടെ കുന്നും പ്രദേശമാണ്, ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ്. മകളാണെങ്കിൽ ഭിന്നശേഷിക്കാരി, ഒരു മന്ദിരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവിടെയും പണം കൊടുക്കണം. അയാളുടെ കയ്യിൽ പണമില്ല. 28,000 രൂപ ഒരു കൊല്ലത്തിനിടയിൽ കിട്ടിയാൽ ഒരാൾക്കൊരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയുമോ? 28,000 രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്ത് 28,000 രൂപ കിട്ടി, അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്നീ ഒരു വർഷം ധനകാര്യമന്ത്രി 28,000 രൂപ ഒരു വർഷം കിട്ടി. ആൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ പോലും ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാനുള്ള പൈസയില്ല 28,000 രൂപ. അത്ര സ്ഥിതിയിൽ എഴുതി വെച്ച് മരിച്ചൊരാൾ, നിങ്ങളുടെ പോലീസ് ഇപ്പോഴും അന്വേഷിച്ചാൽ തീരൂല. അതിന്റെ ആധികാരികതയെ കുറിച്ച്, ആത്മഹത്യ ചെയ്ത ആള് എഴുതി വെച്ച കുറിപ്പടിയുടെ ആധികാരികതയെ കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്ര ദിവസമായി? അപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യയെ തെറ്റായ തരത്തിൽ ഈ നിയമസഭയിൽ പറഞ്ഞത് ധനകാര്യമന്ത്രിയാണ്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. നിങ്ങൾ ഈ 5 മാസം പെൻഷൻ കൊടുക്കാത്തത് തെറ്റല്ല, അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് മാത്രം കിട്ടി ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ലേ പാവങ്ങൾ പോലും? മരുന്ന് മേടിക്കാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഞാനൊന്ന് തീർത്തിട്ട് ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ എന്റെ അങ്ങ് തരാറില്ല ഒരിക്കലും. അങ്ങ് സംസാരിക്കുമ്പോ ഞാൻ കൈ ഉയർത്തിയാലും അങ്ങ് വഴങ്ങാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങക്ക് വഴങ്ങുന്നില്ല. അങ്ങ് ഒരാൾക്കും വഴങ്ങാറില്ല, എനിക്ക് പോലും വഴങ്ങാറില്ല. അതുകൊണ്ട് വഴങ്ങുന്ന അങ്ങക്ക് ഞാൻ വഴങ്ങും, അങ്ങ് വഴങ്ങാറില്ല. അതുകൊണ്ട് എന്നിട്ട് പറയാതെ ഇവിടെ വന്നു മരുന്ന് മേടിക്കാൻ പണമില്ല, നിവൃത്തിയില്ല. ഇവിടെ നിങ്ങൾ എന്തിനാ ബഹളമുണ്ടാക്കിയത്? മറിയച്ചെടുത്തിയുടെ കാര്യം പറഞ്ഞപ്പോ അവര് ഭിക്ഷാപാത്രവുമായി വഴിയിലിറങ്ങി, അവര് സംസാരിക്കുക എല്ലാവരോടും, അവരുടെ മീഡിയ എല്ലാം അവരുടെ അടുത്ത് ചെന്നു. നിങ്ങൾ ദേശാഭിമാനി അവസാനം അവരോട് മാപ്പ് പറയേണ്ടി വന്നില്ലേ? അവരെ കുറിച്ച് നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ എത്രമാത്രം മോശം പ്രചരണമാണ് നിങ്ങൾ നടത്തിയത്. ഒരു സ്ത്രീ 86 വയസ്സുള്ള വന്ധ്യവയോധികയായ ഒരു സ്ത്രീയെ നിങ്ങൾ വെറുതെ വിട്ടോ? നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ അവരെ ആക്രമിച്ച് അവര് ഭയങ്കര സ്വത്തുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളാണ് എന്ന് നിങ്ങൾ വരുത്തി തീർത്തിട്ട് അവസാനം ദേശാഭിമാനി പത്രം തിരുത്തു കൊടുക്കേണ്ടി വന്നു. ക്ഷമ ചോദിച്ചുകൊണ്ട്. എന്നിട്ടും നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ 86 വയസ്സുകാരിയെ ആക്രമിക്കുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ല. ഇത് തന്നെയാണ് ജോസഫിന്റെ പ്രശ്നം. ഇത് തന്നെയാണ് ആന്തൂരിലെ സാജന്റെ പ്രശ്നം. മരിച്ചാലും നിങ്ങൾ വെറുതെ വിടില്ല. നിങ്ങളുടെ കുറ്റങ്ങൾ മറച്ചു വെക്കാനാണ്. നിങ്ങൾ 5 മാസമായി ഈ പണം കൊടുക്കുന്നില്ല, എന്നിട്ട് പഴയ കണക്ക് പറയുക. പഴയ കണക്ക് ഇവിടെ വളരെ വ്യക്തമല്ലേ? നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. ഇത് തോമസ് ഐസക് ഇറക്കിയ ധവളപത്രത്തിൽ പറയാണ്, ആകെ കുടിശ്ശികയാണ്, ബാധ്യത തീർക്കേണ്ടതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 806 കോടി. 2016 ആകെ ബാക്കിയുള്ളത് 806 കോടി. ഏത് ഗവൺമെന്റ് വന്നാലും വരും. താങ്കൾ പറഞ്ഞല്ലോ, അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത്
400 രൂപയായിരുന്നു അന്ന്. നിങ്ങൾ തന്നെ ശ്രീ കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി തന്ന മറുപടി ഞാൻ വായിക്കാം. 300 രൂപയായിരുന്നു 1/4/2010. 2011 അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചു 300-400 രൂപയാക്കി. ആ ലാസ്റ്റ് ബജറ്റിൽ 300-400 രൂപയാക്കി അച്യുതാനന്ദൻ ഗവൺമെന്റ്. ആ പണം കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അധികാരത്തിൽ വന്നിട്ട് 400 രൂപ കൊടുത്തത്. സാർ, ഞങ്ങളത് 2013 500 രൂപയാക്കി. പിന്നീട് 2014 600 രൂപയാക്കി. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 1100 രൂപയും 1200 രൂപയാക്കി ഞങ്ങൾ വർദ്ധിപ്പിച്ചു. പിന്നെ അച്യുതാനന്ദൻ, ഇത് കെ എൻ ബാലഗോപാൽ എന്ന ധനകാര്യമന്ത്രി നിയമസഭയിൽ തന്ന മറുപടിയാണ്. ഇനി അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് 16 ലക്ഷം പേർക്കാണ് കൊടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാർ ഇത് കൊടുത്തത് 34 ലക്ഷം പേർക്ക് അത് വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായിട്ട് ആ വർധന ഇരട്ടിയിലധികം ആളുകൾക്ക് വർദ്ധിപ്പിച്ചു. ഇരട്ടിയിലധികം 16 ലക്ഷത്തിൽ നിന്ന്. അങ്ങ് പറഞ്ഞ മറ്റേ ക്ഷേമനിധി പെൻഷൻ കൂട്ടിയ അത് 44 ലക്ഷവും 44 ലക്ഷവും ഏത് 16 നിന്ന് 44 ആവും അത് കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ ഓരോ കാലത്തും ഗവൺമെന്റ് പണം ആ ഗവൺമെന്റിന്റെ സാഹചര്യങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞു കുടിശ്ശിക. അങ്ങനെ പോലെ ഒരാൾ മാതൃഭൂമി പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്ന് പറയാമോ? ഇത് ഇവിടെ തന്ന മറുപടിയാണ്. ഈ സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയിൽ പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ, അതായത് നവംബർ, ഡിസംബർ, ജാനുവരി വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശികയുണ്ടായിരുന്നു. ഇനി ആ 3 മാസത്തെ കുടിശ്ശിക വരുത്തതിന്റെ കാരണം കൂടി തോമസ് ഐസക് പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലമുള്ള കുടിശ്ശികയാണ്. മനസ്സിലായ? പണം കൊടുത്തു സർക്കാർ, ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്നിരിക്കുന്നത്. ആ കുടിശ്ശിക എത്രയാണ്? ഇത് ഡോക്യുമെന്റ് ആണ്. ഇത് അസംബ്ലി ടേബിൾ ചെയ്ത ഡോക്യുമെന്റ് ആണ്. 806 കോടി രൂപ. നിങ്ങൾ MLA മാര് ഇത് പറയുമ്പോ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് വിശ്വനാഥ് പറഞ്ഞതുപോലെ ഒരു നറേറ്റീവാണ്, ഒരു ഗീബൽസിയൻ മോഡൽ, ഒരു നറേറ്റീവാണ്. നിങ്ങൾ പോലും വിശ്വസിച്ചിരിക്കുക. 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയെന്ന് ഒരു നുണ 1000 വട്ടം ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായി മാറുമെന്നുള്ള നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ചീട്ട് കൊട്ടാരമാണ്. ഞാൻ വിശ്വനാഥിനെ അഭിനന്ദിക്കുന്നു. ഈ നിയമസഭയിൽ ഇത് ചീട്ട് കൊട്ടാരമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെയുള്ള കാലത്ത് നിങ്ങൾ പ്രചരിപ്പിച്ച കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരുത്തി? ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. ക്ഷേമനിധി പെൻഷൻ അവരുടെ അംശാദായം കൊണ്ട് അവരൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അവർ 60 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വേറെയല്ലേ? അവരുടെ കോൺട്രിബ്യൂഷൻ അവർ കൊടുത്തിട്ട് കിട്ടുന്ന എത്ര പേരെ നിങ്ങൾ മാറ്റി? ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇളവുകൾ വരുത്തി കൂടുതൽ ആളുകൾക്ക് കൊടുത്തു. പിന്നെ അന്ന് കൊടുത്തത് 600 രൂപയല്ലേ? ഇപ്പൊ കൊടുത്ത 1600 രൂപയല്ലേ? ശരിയാണ്. അന്ന് അരിയുടെ വില 28 രൂപയാണ്. ഇന്ന് അരിയുടെ വില 60 രൂപയാണ്. വർഷം എത്രയായി? 7.5 വർഷത്തിന് മുമ്പ് ഉള്ള വിലയാണ്. മരുന്നിന്റെ വിലയൊക്കെ എത്ര ഇരട്ടിയായി. വില വർധനവ് 200% വില വർധനവ്, 200 മുതൽ 300% വരെ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കാലത്ത് 9000 കോടി കൊടുത്ത്, ഞങ്ങളുടെ കാലത്ത് 28,000 കോടി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ EMSന്റെ കാലം തൊട്ട് എടുക്കാൻ പറ്റും? അന്നത്തെ ഇക്കോണമി എന്താണ്? അന്ന് കൊടുക്കുന്ന പെൻഷൻ എന്താണ്? അന്നത്തെ കണക്ക് ഇന്നത്തെ കണക്കും വെച്ച് താരതമ്യം ചെയ്യോ? ഓരോ ഗവൺമെന്റും മാറി ഇക്കോണമിയുടെ സൈസ് കൂടും. മാത്രമല്ല ആളുകളുടെ ജീവിത ചെലവ് വർദ്ധിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നിങ്ങൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെക്കുന്നത്? എന്നാ പിന്നെ EMSന്റെ കാലത്ത് കൊടുത്ത ശമ്പളം കൊടുത്താ പോരെ? ഇപ്പോ
5 കൊല്ലം കൂടുമ്പോ പേ കമ്മീഷൻ വെച്ച് നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന എന്തിനാ? കൊടുക്കുന്ന 5 കൊല്ലം കൂടുമ്പോ പേ കമ്മീഷൻ വെക്കുന്ന എന്തിനാ? അപ്പൊ ആ ചെലവ് ജീവിത ചെലവ്. പ്ലീസ് പ്ലീസ് സാർ അതേ കംപ്ലീറ്റ് പ്ലീസ് സാർ, ഈ ബാക്ക് ബെഞ്ചിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ പറയും. സാർ, ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ദയവ് ഇത് ബഹളം ഉണ്ടാക്കല്ലേ. നിങ്ങൾ ലിൻഡോ പ്ലീസ് അവിടെ ഇരിക്കെ. നിങ്ങൾ സംസാരിച്ചോ. ഒരു പിടിയെ കുറിച്ചൊന്നും ഇല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷം സംസാരിച്ചോ. അല്ലല്ല, അങ്ങ് അവരെ നിയന്ത്രിക്കുന്നു. അവിടെ ഇരിക്കെ. അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ലാസ്റ്റ് ഇനി അത്രയുള്ള സമയം. പ്ലീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യ്. പ്ലീസ് അവിടെ ഇരിക്കെ. നിങ്ങൾ സംസാരിക്കേ. സാർ, അതുകൊണ്ട് കാലാകാലങ്ങളിൽ പെൻഷൻ, ശമ്പളം ഇതെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കും. പെൻഷൻ, ശമ്പളം ഇതെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കും. അയാളുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ ഗവൺമെന്റ് ഇത്രേ കൊടുത്തുള്ളൂ, ഞങ്ങളുടെ ഗവൺമെന്റ് ഇത്രേ കൊടുത്തു എന്നുള്ള പറയുന്നതെന്നും അതൊന്നും ശരിയായ കണക്കല്ല. അതിന് ഒരുപാട് വ്യത്യാസം വരും. ഞാൻ വേണമെങ്കിൽ പ്ലീസ്, ഞാൻ വഴങ്ങുന്നില്ല. പ്ലീസ്, ഞങ്ങൾ നിങ്ങൾ സംസാരിച്ചോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോ. സഭയിലെ ഏറ്റവും ശബ്ദമായാലും എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കി. അങ്ങ് സംസാരിച്ചോ. പ്ലീസ് അങ്ങ് സംസാരിച്ചു. സമയം പോകണ്ട. അതല്ലല്ല, ഞാൻ പറയാനുള്ള പോയിന്റ് അവസാനിപ്പിച്ചു. അതെ, അങ്ങ് സംസാരിച്ചോ. ഞാൻ പറയുന്നല്ലോ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളല്ല. പിന്നെ മന്ത്രി പറഞ്ഞല്ലോ 18-20 മിനിറ്റ് പറഞ്ഞല്ലോ. 2 പ്രാവശ്യമായിട്ട് 25 മിനിറ്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞങ്ങളാണ് തടസ്സം ഉണ്ടാക്കിയത്. അല്ല, ഞങ്ങളാണ് തടസ്സം ഉണ്ടാക്കിയത്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ഉണ്ടാക്കി. ഞങ്ങൾ പറഞ്ഞു അതിൽ അപകടം പറഞ്ഞു. സാറേ, ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കി 2 ഞങ്ങൾ അതിന്റെ അപകടം പറഞ്ഞു. കിഫ്ബിയിലൂടെ എക്സ്ട്രാ ബജറ്ററി ആയിട്ട് പണം മേടിക്കുക. നിങ്ങൾ ഇലക്ഷൻ കാരണം കഴിഞ്ഞ ഇലക്ഷൻ രണ്ടാമത് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ പുറത്തു നിന്ന് തോമസ് ഐസക്ക് പുറത്തു നിന്ന് പണം ഉണ്ടാക്കി പെൻഷനൊക്കെ കൊടുത്താണ്. പുറത്തുനിന്ന് പണം ഉണ്ടാക്കി. ഇപ്പോ അങ്ങ് ധനകാര്യമന്ത്രി കൊണ്ട് അതിനെ അനുഭവിക്കുകയാണ്. വരാനിരിക്കുന്ന സർക്കാരുകൾ അനുഭവിക്കുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു. കാരണം എന്താ? ഞങ്ങൾ പറഞ്ഞ വാചകം ഇവിടെ കിഫ്ബിയുടെ ബില്ല് വന്നപ്പോഴും ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനെ കുറിച്ച് വന്നപ്പോഴും കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എന്താ പറഞ്ഞത്? എക്സ്ട്രാ ബജറ്ററി എടുത്തു കഴിഞ്ഞാലും ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരണ്ടി അവിടെയുണ്ട്. ഈ കിഫ്ബിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും സെൽഫ് ഇൻകം ജനറേറ്റീവ് അല്ലല്ലോ. സെൽഫ് ഇൻകം ജനറേറ്റിംഗ് അല്ല. നിങ്ങൾ ഈ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുക്കും. എന്താ കാര്യം? നാഷണൽ ഹൈവേക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പണം എടുക്കുമ്പോ പഴയ കാലം പോലെ എടുക്കും, ഞങ്ങളുടെ കാലം പോലെ എടുക്കുമ്പോ അത് ഇൻകം ജനറേറ്റീവ് ആണ്. ടോൾ കിട്ടുന്ന പൈസ നേരെ പോകുന്നത് NH നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന പണത്തിന് പോവാണ്. അതുകൊണ്ട് എന്താ? അതിന്റെ അന്തിമമായ ബാധ്യത മുഴുവൻ തിരിച്ച് ബജറ്റിലേക്ക് വരും. ഇവിടെ കിഫ്ബിയുടെ കയ്യിൽ നിന്ന് ഇൻകം ജനറേറ്റീവ് ആണ്. ടോൾ കിട്ടുന്ന പൈസ നേരെ പോകുന്നത് NH നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന പണത്തിന് പോവാണ്. ഇവിടെ കിഫ്ബിയുടെ കയ്യിൽ നിന്ന് ഒരു സെൽഫ് ജനറേറ്റിംഗ് അല്ല. അതുകൊണ്ട് എന്താ? അതിന്റെ അന്തിമമായ ബാധ്യത മുഴുവൻ തിരിച്ച് ബജറ്റിലേക്ക് വരും. അത് ബജറ്റിലേക്ക് വന്നു. അതിന്റെ പിരിമുറുക്കം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്തൊരു തെറ്റ് അന്ന് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാണോ ഞങ്ങളുടെ കുഴപ്പം? ഈ പെൻഷൻ ഫണ്ടും എക്സ്ട്രാ ബജറ്ററിയാണ്. പിന്നെ എന്തിന്റെ ക്രെഡിബിലിറ്റി? ബജറ്റിന്റെ വിശ്വാസ്യതയും ബജറ്റിന്റെ പവിത്രതയും എന്താണ്? എക്സ്ട്രാ ബജറ്ററി ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം അതിന്റെ പ്രഷർ മുഴുവൻ നിങ്ങൾക്കിപ്പോൾ ബജറ്റിനകത്തേക്ക് വന്നിരിക്കുന്നു. ഇപ്പോ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. സഞ്ചിത നിധിയിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടായി. എന്നിട്ട് നിങ്ങൾ ഞെരുങ്ങിയിട്ട് ഞങ്ങൾ പറഞ്ഞത് ചെയ്യരുത്, അപകടമാണ് എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ സീക്രട്ട് സെക്ഷനിൽ നിന്ന് ഓർഡർ ഇറക്കിയിരിക്കുന്നു. എന്താ? ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് മാറ്റം. വിച്ച് വുഡ് ബി സർവീസ് ബൈ ദ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ത്രൂ ഇറ്റ്സ് ബജറ്റ്. ഇനി ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ ആ കമ്പനിയുടെ കാശ് മുഴുവൻ ഞങ്ങൾ ബജറ്റിലൂടെ തരാം. അതാണ് നേരത്തെ പറഞ്ഞത്, ബജറ്റിലൂടെ കൊടുക്കേണ്ടി വരും. അതിന്റെ പ്രഷറാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി പിന്നെ നിങ്ങളുടെ ദൂർത്ത്. മുഖ്യമന്ത്രി എത്ര അഭിമാനത്തിലാണ് കേരളീയം നടന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ചെന്നാ പറഞ്ഞ ഈ മഴയത്ത് നിങ്ങൾ ഓണത്തിന് എത്ര ദിവസം ഈ പരിപാടിയൊക്കെ നടത്തിയത്? അത് കഴിഞ്ഞ് 2 മാസം കഴിയുന്നതിന് മുമ്പ്
നിങ്ങൾ ഈ തുലാവർഷക്കാലത്ത് ഈ ചെളി പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും ഇതൊരു പരിപാടി നടത്തും ഇതുപോലത്തെ? എന്നിട്ട് പണം ഇല്ലാത്ത കാലമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രയോറിറ്റി അല്ലേ? ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രയോറിറ്റിയാണ്. നിങ്ങളുടെ പ്രയോറിറ്റി ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കണമെന്നാണോ? അതോ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ പണം നിങ്ങൾ 5 മാസമായി കുടിച്ചു കയറ്റിക്കുക അത് കൊടുക്കണമെന്നാണോ? അല്ലേ ഈ മഴക്കാലത്ത് തുലാവർഷക്കാലത്ത് തിരുവനന്തപുരത്ത് എത്ര കോടി രൂപ മുടക്കി പരിപാടി നടത്തുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? അപ്പൊ നിങ്ങൾ ലോകത്തോട് ഉറക്കെ പറയാണ്, ഈ സർക്കാരിന്റെ പ്രയോറിറ്റി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നതല്ല. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ പണം കൊടുക്കുന്നതല്ല. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കേരളീയം നടത്തുകയാണ്, നവകേരള സദസ്സ്. നിങ്ങൾ പറയാണ്, ഞങ്ങൾ പറയുന്നു അതാകരുത്. പ്രതിപക്ഷമാണ് ഞങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ധാർമ്മികമായ ബോധ്യത്തോടുകൂടി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ദയവ് ചെയ്ത് ധൂർത്തും അഴിമതിയും ആകരുത് നിങ്ങളുടെ പ്രയോറിറ്റി. നിങ്ങളുടെ പ്രയോറിറ്റി ലക്ഷക്കണക്കിന് വരുന്ന മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്ത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതായിരിക്കണം. അത് തയ്യാറാണോ? അതാകുമോ നിങ്ങളുടെ പ്രയോറിറ്റി? അതാകണം സാർ. ഇത് 50 ലക്ഷം പേരെ ബാധിക്കുന്ന വിഷയമാണ്. 50 ലക്ഷം പേര്. സാർ ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ കൊടുത്തേ മതിയാവൂ. അത് ഉറപ്പ് കൊടുക്കണം. നിങ്ങൾ ഈ മാസം ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച ഇത് കൊടുക്കും എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു.